ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ ആഹ്, ഇന്ന് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് ആഹ്, നമ്മളെ ലേഡീസിന് പ്രത്യേകിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അതായത് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വർക്കിന് പോകുന്നതാണ് അതിന്റെ കാര്യങ്ങൾ നോക്കണം. അതിനിടയിൽ പലപ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു പ്രയോറിറ്റി ടൈം കൊടുക്കാറില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് അല്ലെ? അപ്പൊ അവിടെ ജോയിൻ ചെയ്തവര് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദിസ് സെഷൻ. ഇവിടെ എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എവിടുന്ന ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്? എനിക്ക് അറിയാൻ വേണ്ടി സാധിക്കും. എനിക്കൊന്ന് പല പേരുകളും പുതിയതാണ്. എല്ലാരും പുതിയതായിട്ടാണ് കാണുന്നത്. എന്റെ പേര് ദിവിഷ വിഭീഷൺ ആണ്. ഞാൻ ഇപ്പൊ ഉള്ളത് കുവൈറ്റിലാണ്. നാട്ടില് കോഴിക്കോടാണ്, UAE. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരിക, നിങ്ങളുടെ ഹെൽത്ത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ. സോ നിങ്ങൾ എത്രമാത്രം ഇന്ററാക്റ്റീവ് ആണോ, നിങ്ങൾ എത്രമാത്രം ഓപ്പൺ അപ്പ് ആവും, അത്രയും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഫാറ്റ് മെൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് ഇപ്പം ഒരു 6 years ആയി. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഭക്ഷണം ഒന്നും സ്കിപ്പ് ചെയ്യാതെ വളരെ നന്നായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നോർമൽ ആയിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക, ഹെൽത്തി ആവുക എന്നുള്ളത് ഒരു നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് അല്ലെ? എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? കാരണം നമ്മൾ എപ്പോഴും കാണുന്നത് നമ്മുടെ ഈ ഒരു ശരീരം വെറുതെ കിട്ടിയതുപോലെയാണ് അല്ലെ? എന്തെങ്കിലും അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതെ ആണ് ഇത്രയും കാലം നമ്മൾ ചിലപ്പം ചില ആൾക്കാരൊക്കെ ജീവിച്ചു വന്നിട്ടുണ്ടാവാം. എന്നാൽ ഇത്തിരി ഒരു കെയറും അറ്റൻഷനും കൊടുക്കുമ്പോൾ ബോഡി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മാജിക് ആയിരിക്കും. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഡെയിലി നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്നല്ല, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും നിലനിർത്തിക്കൊണ്ട് നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് PPT വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഹൗ ടു അച്ചീവ് യുവർ ഹെൽത്ത് ഗോൾസ്. ഓക്കെ. ഇതിനെ പറ്റിയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട്, അതായത് കുറെ അധികം ടെക്നിക്സും ടൂൾസും ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഗോൾ അച്ചീവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. കാരണം എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? നമ്മൾ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ എന്നുള്ളതല്ല ഹെൽത്തിന്റെ പാരാമീറ്റർ. അതേപോലെ നമ്മൾ എത്ര വെയിറ്റ് എടുക്കുന്നത് അതൊന്നും അല്ല കേട്ടോ. നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി പറ്റണം. പലപ്പോഴും നമ്മുടെ അലമാരിയിലൊക്കെ കുറെ കിടക്കുന്നുണ്ടാവും അല്ലെ? എന്നാൽ ഇതാർക്കും കൊടുക്കാനും പറ്റൂല അല്ലെ? കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആഗ്രഹിച്ച് വാങ്ങിച്ചതായിരിക്കും. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഡ്രസ്സ് പറ്റുന്നില്ലേ നമ്മളത് ടൈലർ എടുത്തോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നെക്സ്റ്റ് സൈസിലേക്ക് മാറും. അതിന് പകരം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ച് ബാക്കിലോട്ടേക്ക് വരാമെന്നാണ്. ആ ഡ്രസ്സിലോട്ട് ഫിറ്റ് ആവാന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ മെറ്റബോളിസം ബാലൻസ് ഇല്ലാതിരിക്കുന്നതിന്റെ സിംറ്റം ആണ് നമ്മുടെ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. കാരണം ഓവർ വെയിറ്റ് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കൊന്നും തോന്നൂല. നമ്മുടെ ബോഡി പലതരത്തിലുള്ള സിംറ്റംസ് കാണിക്കും ഓരോ സ്റ്റേജിലും. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാലുവേദനയോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഹെയർ ലോസോ അല്ലെങ്കിൽ കഴുത്തിന്റെ ബാക്കിലൊക്കെ കളറോ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ഷീണോ എന്തെങ്കിലും ആയിരിക്കും സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നുണ്ടാവാം. ഇതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് അടുത്ത സ്റ്റേജിലോട്ട് ഇങ്ങനെ കടന്ന് കടന്ന് കുറേ ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഒബീസ് ആയിട്ട് വരുന്നത് അല്ലെ? ഒരു ഓവർനൈറ്റ് കൊണ്ട് നമ്മൾ ഒരാളും തടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് എഫേർട്ട് നമ്മൾ ഇടണം അല്ലെ? എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ഓരോരുത്തരുടെയും, അതായത് വെയിറ്റുകൾ വ്യത്യാസമായിരിക്കാം. ചെറിയ ആൾക്കാർ 55 ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ആൾക്കാർ 75, ചില ആൾക്കാർ 90 അബോവ് ഉണ്ടാവും. എന്തായാലും അത് എല്ലാം വെയിറ്റ്, ഹൈറ്റ്, നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ, നമ്മുടെ ഏജ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഹെൽത്ത് തീരുമാനിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ ഓവർ വെയിറ്റ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവരും കുറേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളിവിടെ ഉള്ളത് ലേഡീസ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ പറയാം, നമ്മുടെ ലേഡീസ് ഓൺലി ഇഷ്യൂസ് കുറേ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ നമ്മുടെ ബോഡീനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരുമ്പോഴാണ്. ഓക്കെ. അപ്പം നമുക്ക്
സിമ്പിൾ ആയിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആരെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ നമ്മൾ കുറച്ച് ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു നിങ്ങൾ ആ ഒരാൾ പറയുന്ന കാര്യങ്ങൾ തന്നെ മിനിമം ഒരു 7 days എങ്കിലും ട്രൈ ചെയ്താലാണ് അതിന്റെ ഡിഫറൻസ് നമ്മുടെ ബോഡി കാണിച്ചു തുടങ്ങും. ഫസ്റ്റത്തെ ഫേസിൽ ബോഡി ജസ്റ്റ് അത് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും അല്ലെ. അതായത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാന് ഒരു പാർട്ടിക്ക് പോയി വിചാരിച്ചു. പാർട്ടിക്ക് പോയപ്പോ എന്റെ ഫ്രണ്ട് ഗെറ്റ് ടുഗതറോ എന്തെങ്കിലും ആവാം, എന്റെ ഫ്രണ്ട് കഴിഞ്ഞ ആഴ്ച കണ്ടതിനേക്കാൾ വണ്ണം കുറച്ചു. അപ്പൊ ആള് ആഹ് ആഹ് കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും നീ എങ്ങനെയാ വണ്ണം കുറച്ചത്, ഫസ്റ്റ് നമ്മൾ ചോദിക്കും അല്ലെ. അപ്പൊ ചോദിച്ചപ്പോ അവര് ചെറിയ ചില ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും നമുക്ക്. അത് പക്ഷെ നമുക്ക് സൂട്ടബിൾ ആവണോ എന്നില്ല അല്ലെ. കാരണം ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെന്റ് ആണ്. ആള് ചിലപ്പോൾ ലെമൺ ഒഴിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ടെർമറിക്കോ എന്തെങ്കിലും മാജിക് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ട് ആ വെയിറ്റ് കുറച്ചെന്ന് പറയും. നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ അലർജി ആണ്, ഓൾറെഡി നമ്മുടെ ബോഡിയിൽ അതിന്റെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഹാംഫുൾ ആയിട്ടാണ് വരിക കേട്ടോ. ഒരിക്കലും അത് നല്ല രീതിയിലായിരിക്കില്ല വരിക. അപ്പൊ എന്താ, നമ്മൾ കുറെ കാലം ഇത് മാഡ്ലി ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ഓർഗൻസിന് പലതിനും ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അറിയാതെ നമ്മളെ തന്നെ നശിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേറൊരാൾ വേറെ ഒന്ന് പറയും, അതും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ ബോഡിക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറ്റൂല. കാരണം ഇന്നത്തെ കാലത്ത് എക്സസൈസിന്റെ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പണ്ടത്തെ പോലെയല്ല, മെഷീൻസ് വന്നു നമ്മുടെ അടുത്തൊക്കെ അല്ലെ. അലക്കാൻ മെഷീൻ ഉണ്ട്, അരക്കാനുണ്ട്, തുടക്കാൻ മോപ്പ് വന്നു അല്ലെ. പണ്ടൊക്കെ നമ്മൾ തുണി വെച്ചിട്ടല്ലേ തറയൊക്കെ തുടച്ചിരുന്നത് അല്ലെ. ഞാനൊക്കെ അങ്ങനെ തുടച്ചിട്ടുള്ള ഒരാളാണ്. തുടക്കാൻ വന്നു. കൂടുതൽ ടൈമും നമ്മൾ മൊബൈലിലോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ബിസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കൗച്ചിൽ ഇരുന്നുകൊണ്ട് സോഫയിൽ ഇരുന്നിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ഈവൻ നമുക്കൊരു റിമോട്ട് എടുക്കണമെങ്കിൽ കൂടെ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ റിമോട്ട് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മൊബിലിറ്റി കുറഞ്ഞു. നമ്മുടെ എല്ലാവർക്കും 360 ആംഗിളിൽ റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട് അല്ലെ. പക്ഷെ നമ്മൾ നടക്കാൻ പോകുന്നവർ നടക്കുക വരിക അല്ലെ. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ഒരേ മസിൽ ഗ്രൂപ്പ് മാത്രമാണ് മൂവ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ ബോഡി വീക്ക് ആവുകയാണ്, മെറ്റബോളിസം ഡൗൺ ആയി പോവാണ്. അതേ സ്ഥാനത്ത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഓരോ എക്സസൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാത്തിനും 1 മണിക്കൂർ രാവിലെ തന്നെ ചെയ്യണമെന്നോ അല്ലെ വൈകുന്നേരം തന്നെ 1 മണിക്കൂർ ചെയ്യണമെന്നോ അല്ലെ. ഇൻ ബിറ്റ്വീൻ നമ്മുടെ കുക്കിങ്ങിന്റെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ടൈം ഇല്ലാത്ത ഒരാളാണ് അല്ലെ, ഓഫീസിലാണെങ്കിൽ ഒരു ചെറിയൊരു 4 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്വാട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മെറ്റബോളിസം താഴോട്ട് പോവാതെ ഹോൾ ഡേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആക്റ്റീവ് ബോഡി മൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ എല്ലാത്തിനും ഒരു റുട്ടീന് പാലിക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും കംഫർട്ടബിൾ. ഓരോരുത്തർക്കും അതായത് നൈറ്റ് ഷിഫ്റ്റുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ ആക്റ്റീവായിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാകുമ്പോൾ ഇവർക്ക് ഏറ്റവും ടീച്ചേഴ്സിനൊക്കെ ആകുമ്പോൾ ഒരു സ്കെഡ്യൂളിൻ്റെ ഉള്ളിലായിരിക്കും എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടാവും അല്ലെ. രാവിലെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു അരമണിക്കൂറോ അല്ലെ 1 മണിക്കൂറോ അവർക്ക് രാവിലത്തെ ടൈം എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ സമയത്ത് ഇവർക്ക് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? രാവിലത്തെ ടൈമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഡേ വിത്ത് ദ ബിഗിനിങ്, ഒരു ദിവസം തുടങ്ങുന്ന സമയം മുതൽ നമ്മുടെ ബോഡി ആക്റ്റീവായി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയാലും ഒക്കെ അത് നല്ല രീതിയിൽ ബോഡി യൂസ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ വരുന്നതാണ് നമ്മൾ എക്സ്ട്രാ, പിന്നെ നമ്മൾ ചില ആൾക്കാർ വൈകുന്നേരം വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ അന്ന് കഴിച്ച ഫുഡിന്റെ കാലോറി മാത്രമേ ബേൺ ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കാഫ് റേസ് പോലത്തെ കാര്യങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാലുകളാണ് കേട്ടോ. അതിന് മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ ബോഡി നന്നായിട്ട് റിസൾട്ട് തന്നു തുടങ്ങും. നിങ്ങൾക്കറിയോ, ഞാനൊരു 7 days നമ്മുടെ ആ ഒരു ARM 360ന്റെ ഗ്രൂപ്പില് നമ്മളൊരു ചലഞ്ച് പോലെ ട്രാക്ക് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? എത്ര പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു?
ഒരു 7 days നമ്മൾ ട്രാക്ക് ചെയ്തിട്ടില്ലേ, ഫോളോ ഒക്കെ ഇട്ടിട്ട്. ആ 7 days ചെയ്ത ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ആ 7 days കൊണ്ട് അവർക്ക് വന്നിട്ടുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ അവരൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ കുറച്ച് കാലം നമ്മളെ തന്നെ ഗ്രൂം ചെയ്തിട്ട് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുവാണ്. എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ടാവുക, എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് വേറെ ഒരു ചെലവും ഇല്ല കേട്ടോ. ഒരു നോട്ട്ബുക്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുകയാണ് ഒരു ദിവസം ഇതൊക്കെയാണ് എനിക്ക് എന്റെ വീക്ക് പോയിന്റ്സ് ചെയ്ത നമ്മുടെ ക്വാളിറ്റീസ് ചെയ്തു, ഇവിടെ എവിടെയാണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ചെയ്തോ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇതിന് വേറൊരാളും, അതായത് ഞാൻ വിചാരിക്കാതെ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റൂല അല്ലെ. അതായത് നമ്മൾ റെഡി എന്നുള്ള ഒരു മൊമെന്റിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ. ഇനി നമ്മള് ഇതില് അപ്പം അതിൽ വരുന്ന രണ്ടാമത്താണ് പോർഷൻ ഈച്ച് മീൽ. എങ്ങനെയാണ് നമുക്ക് പോർഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു മീലും സ്കിപ്പ് ചെയ്യേണ്ടതില്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഉറങ്ങുന്ന എപ്പോഴാണോ അതിനേക്കാളും ഒരു മിനിമം 2 hours മുന്നേ നമ്മുടെ ഡിന്നർ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം ആണ് പറയുന്നത് 2 hours. അതായത് രാത്രി ഒരു 10:30 ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് ഡിന്നർ സ്റ്റോപ്പ് ചെയ്താൽ എത്രയും നല്ലത്. കാരണം നമ്മുടെ ബോഡിക്ക് ക്ലീനിങ് അവേഴ്സ് അല്ലെങ്കിൽ ഡയജഷൻ അവേഴ്സ് കുറച്ചധികം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഇന്റർണൽ ഓർഗൻസിന് റെസ്റ്റ് കിട്ടും. അപ്പം പ്രോപ്പറായ രീതിയിൽ റെസ്റ്റ് കിട്ടിയാൽ മാത്രമാണ് പിറ്റത്തെ ദിവസം ഇവർ ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുള്ളൂ. കാരണം അവർ ടയേർഡ് ആവാതിരുന്നാൽ മാത്രമാണ് നമ്മുടെ എൻ്റയർ ബോഡി സിസ്റ്റം, നമ്മളിപ്പം ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഓക്സിജൻ പമ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി കൂടി അല്ലേ. ഇത്തിരി കൂടെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. ഓക്കെ. ഇതിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ ബോഡിയിൽ ഈ ക്ലീനിങ് നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമുക്കറിയില്ല. എന്നാലും നമ്മുടെ ഉള്ളിലെല്ലാം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കേട്ടോ ക്ലീനേഴ്സ് ആയിട്ട്. അവരാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ക്ലെൻസിങ് പ്രോസസ്സ് ഇതിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന. ഇവർക്കൊരു റെസ്റ്റ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഹെൽത്തി ആവുള്ളൂ. ഇവർക്ക് റെസ്റ്റ് കിട്ടാത്തടത്തോളം സമയം നമ്മൾ ഇങ്ങനെ നമ്മുടെ ബോഡീനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഈവൻ നമ്മൾ വെറുതെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫയിൽ ഇരിക്കുമ്പോഴും നമ്മൾ റീൽസ് കാണുമ്പോഴും ഇവിടെ വർക്ക് ചെയ്യണമല്ലോ, മനസ്സിലായി. ഇവർ ക്ലോസ് ആവണമെങ്കിൽ കണ്ണടച്ച് മൈൻഡ്ഫുൾ ആയിട്ട് ഉറങ്ങുന്ന സമയത്താണ് റെസ്റ്റ് കിട്ടുന്നത്. അതും ഉറക്കത്തിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പാണ്, സ്നോറിങ് ഉണ്ട്, നമ്മൾ എന്താ പറയാ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് റെസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പൊ ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നിങ്ങളുടെ ഉറക്കം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉറക്കം സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ലീപ്പ് ടൈം റിച്വൽസ് ഫോളോ ചെയ്താൽ മതി. ഇപ്പം ഫെർമെൽറ്റസിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു റിച്വൽസ് ഫോളോ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ ക്വാളിറ്റി നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. നിങ്ങൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് റെഡി ആകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഉറക്കം നല്ല മൈൻഡ്ഫുൾ ആയിട്ട് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും. സിമ്പിളായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട, ഞാൻ പറയും എപ്പോഴും പ്രാണായാമയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബ്രീത്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ക്ലാരിറ്റി ശരിയാവുള്ളൂ, നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ ശ്വാസം ഓക്സിജന്റെ പമ്പിങ്ങും കറക്റ്റ് ആവുള്ളൂ. ഓക്സിജൻ പ്രോപ്പറായിട്ട് എത്തിയാൽ മാത്രമാണ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. കാരണം എല്ലാത്തിന്റെയും ബേസ് ഇതാണ് അല്ലെ. ഒരു മിനിറ്റ് ശ്വാസം നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പേരാരെങ്കിലും വിളിക്കുവോ? ഇല്ലല്ലോ, ബോഡി എന്നല്ലേ പറയുള്ളൂ. അപ്പം ഈ ഒരു ശ്വാസം നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഗോൾ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്കും അറിയുന്നതാണ് വെള്ളം കുടിക്കുന്നതിന് ഇമ്പോർട്ടൻസ്. അപ്പൊ എങ്ങനെ കുടിക്കാം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഓരോ മണിക്കൂർ നമ്മൾ എണീച്ച് കഴിഞ്ഞ് ഓരോ മണിക്കൂർ ഒരു ഗ്ലാസ് വെച്ച് കുടിക്കുമ്പോൾ തന്നെ ഒരു ഹോൾ ഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഇത്തിരി കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആവശ്യം ഉണ്ടാവും. പക്ഷേ ഇതിൽ ഓരോ മണിക്കൂറിൽ ഓരോ ഗ്ലാസ് വെള്ളം ആകുമ്പോൾ അത് സിപ്പ് ചെയ്തിട്ട് കുടിക്കുമ്പോൾ ബോഡി അത് വേസ്റ്റ് ആക്കൂല. വേസ്റ്റ് ആക്കുന്ന ആൾക്കാരാണ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റില്ല, മനസ്സിലായി കേട്ടിട്ടില്ലേ. പക്ഷെ ഇത് അല്ലാത്ത പക്ഷം ഇത് ബോഡി യൂസ് ചെയ്തോളും. ഒരു ഗ്ലാസ് നോർമലായിട്ട് ഒരാൾ കുടിക്കുവാണെങ്കിൽ ഇത് യൂസ് ചെയ്തോളും. പിന്നെ ഇപ്പം കൂടുതലായിട്ട് ആപ്പുകൾ അവൈലബിൾ ആണ്, ട്രാക്കറുകൾ അവൈലബിൾ ആണ് അല്ലെ. ഒരു ബോട്ടിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന കുറെ ആപ്പുകൾ അവൈലബിൾ ആയതുകൊണ്ട് അതും നമുക്ക് പറ്റുന്ന കാര്യമാണ്. ഓക്കെ.
പിന്നെ ഞാൻ ലാസ്റ്റിലോട്ട് നിങ്ങൾക്ക് ടൈം തരാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. 2 ദിവസം നല്ല പമ്പപ്പ് ചെയ്തിട്ട് നാളെ മുതൽ തുടങ്ങാന്നൊക്കെ പറഞ്ഞ് മൂന്നാമത്തെ ദിവസം അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലേ, അതിനെക്കാട്ടും നല്ലതാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമായിരിക്കും എക്സസൈസിനെ കുറിച്ചും ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചും കുറച്ചുകൂടെ ശരീരം ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പം ബാക്കിയുള്ള ആൾക്കൊന്നും ഇതിന്റെ പെയിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ നമ്മളെ മുന്നിലൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ പോവും. ഇനി നാളെ ആവാന്ന് പറഞ്ഞു പോവും ചിലപ്പോഴെങ്കിലും, അല്ലേ. അപ്പം ഇങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാന്നുള്ളത്. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റത്തെ ഒരു 3 days ക്രേവിങ്സ് കൺട്രോൾ തന്നെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ക്രേവിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ കരച്ചിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പെയിൻഫുൾ ആവുകയാണ്. നമ്മൾ കൊടുക്കുന്ന സാധനമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ളതായിരിക്കും. ചിലപ്പം അവരെ ചോദിക്കുന്നുണ്ട് ഫൈബറിനോ പ്രോട്ടീനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾക്കായിരിക്കും. നമ്മൾ പിന്നെ ഇപ്പം ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കൊടുത്തു കഴിഞ്ഞാൽ ടയർഡ് ആവുമല്ലേ ചെയ്യുക, അല്ലെ. അതുപോലെ നമുക്ക് ടയർഡ്നെസ് ഉണ്ടാകുന്ന ഫുഡിന് പകരം നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും, നമ്മുടെ ബോഡിക്ക് എന്താണ് പറ്റുന്നത്, നമ്മുടെ ബോഡി എങ്ങനെയാണ് ഹാപ്പി ആവുന്നത് എന്നുള്ളത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ്. അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഈ ഒരു മോട്ടിവേഷൻ പാർട്ട് തന്നെയാണ്. റീസെറ്റ് യുവർ മൈൻഡ് സെറ്റ്. എത്ര പേർക്ക് അറിയാം, നമ്മൾ ഒരു തീരുമാനം എടുത്ത് നന്നായിട്ട് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളുടെ കമന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ ചിലപ്പം ഡ്രാഗ് ഡൗൺ ചെയ്തിരിക്കാം, അല്ലെ. എന്നിട്ട് ഈ നമുക്ക് ഇത്തിരി ചിലപ്പം ഒരു 3 kg ഒക്കെ കുറച്ചിട്ട് പിന്നെയും ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, അല്ലെ. അപ്പം ഇതൊന്നും ഇല്ലാതെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയും. നമ്മുടെ ഹെൽത്ത് ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 അല്ല 200% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ. അതിന് നമ്മൾ ഫസ്റ്റ് നമ്മളെ തന്നെ ഒരു എന്താ പറയാ, നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബുക്കും പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കാം എത്ര പേര് റെഡിയാണ് ഇവിടുന്ന് ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഇപ്പം നിങ്ങളുള്ള ഏതാണോ ഫേസ് അത് ജസ്റ്റ് എഴുതി വെക്കുക. ഇപ്പം എനിക്കിതാണ് ബോഡി വെയിറ്റ് ആയാലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും എഴുതി വെക്കുക. അത് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും നമ്മളന്ന് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. കാരണം നമുക്ക് വേണ്ടുന്ന എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ റോങ് ആയിട്ട് ഡിസിഷൻസ് എടുത്തിട്ട്, അതായത് നമുക്ക് ഫുഡ് നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും ബാക്കി വന്നതിന്റെ പേരിൽ മാത്രം നമ്മളെടുത്ത് കഴിച്ചു പോയിട്ടുണ്ടാവും. കാരണം നമുക്ക് ഫുള്ളായി, നമ്മുടെ ഫുഡിന്റെ ടൈം കഴിഞ്ഞു. എന്നാലും നമ്മൾ കഴിച്ചു പോയിട്ട് പിന്നെ നമ്മൾ ഗിൽട്ട് അടിക്കും. അതായത് വേണ്ടിയിരുന്നില്ല എന്ന്, അല്ലേ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും എന്താ പറയാ, നമുക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോകുന്നുണ്ടാണ് കേട്ടോ. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരൊറ്റ സ്റ്റെപ്പാണ് ഈ ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മൂവ്മെന്റ് അല്ല കേട്ടോ, നമ്മുടെ ബോഡിന്റെ റീചാർജിങ് ആണ് ഓരോ സമയം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് ഒരു ½ നമ്മൾ ഒരു വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ എന്തോ എനിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളൊരു ഫീൽ ആയിരിക്കും. ഒരു 2 ദിവസം അത് നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻസ് റിലീസ് ആവുന്നതുകൊണ്ടാണ്. ഓക്കെ. എൻഡോർഫിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു പെയിൻ കില്ലർ പോലെ തന്നെയാണ്. ഇപ്പൊ നല്ലൊരു അടിയൊക്കെ നടക്കുകയാണ്, കുറെ ആൾക്കാർ ഒരു ഇടിയും പിടിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് കൈയൊക്കെ മുറി നമുക്ക് വേദന ഒന്നും ആവില്ല. പിറ്റേ ദിവസം കുളിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പെയിൻ വരുന്നുണ്ടാവുക. കാരണം ഈ ഒരു ആ സമയത്തും റിലീസ് ആവുന്നത് എൻഡോർഫിൻ ആണ്. നമ്മുടെ ബോഡിയിൽ മൂവ്മെന്റ് അല്ലെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നത് ഡോസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഹോർമോൺ ആണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹാപ്പി ഹോർമോൺസിനെ പറ്റിയിട്ട്? ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഉണ്ട്. അതായത്
ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. ഈ 4 ആൾക്കാരും ബാലൻസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എത്ര പുറത്തുനിന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ടും കാര്യമില്ല. ഡോസ് നമ്മൾ ബാലൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളെ തന്നെ എന്താ പറയാ അറിഞ്ഞു തുടങ്ങുള്ളൂ. ഇപ്പം ഡോസ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് നമുക്ക് 5 കിലോ ഡോപ്പമൈൻ എന്നൊന്നും പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിന് ഒരു പൈസയുടെയും ചെലവില്ല. ഡോപ്പമൈൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരാൾ അപ്രിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം, ഉള്ളിൽ നിന്നൊരു ഫ്ലിക്കറിങ് ഫീൽ ഉണ്ടാവില്ലേ, ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കുന്ന പോലത്തെ ആ ഒരു ആ ഒരു ഫീൽ കിട്ടുന്നത് ഡോപ്പമൈൻ റിലീസ് ആകുമ്പോഴാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആനിമൽസ് അല്ലെങ്കിൽ നമ്മളൊരാൾ ഹഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡോപ്പമൈൻ ബോഡിയിൽ റിലീസ് ആവും. അതാണ് ഇപ്പൊ ഇത്രയും ആൾക്കാർ സെൽഫ് ലവ് ഒക്കെ ഇത്രയും പുറത്തേക്ക് വരാൻ തുടങ്ങിയില്ല. സെൽഫ് ലവ് ചെയ്യണം, വേണം, ഉണ്ടാവണം, നമ്മൾ നമ്മളെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടുമ്പോഴാണ് നമ്മൾ ഇത്തിരി കൂടെ ഫോക്കസ്ഡ് ആവുന്നത്. പിന്നെ വരുന്ന ഒരാളാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ടുള്ള ലവ് ഹോർമോൺ. നിങ്ങളൊരു ഫ്രണ്ടിനെ നിങ്ങൾ വഴിയിൽ നിന്ന് കണ്ട് ഏത് ആള് കണ്ടിട്ട് ആളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് റിലീസ് ആവുന്ന ഒരു ഹോർമോൺസ് ആണ്. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അത് കൂടുതലായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഈ എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആകുന്ന രീതിയിൽ നമ്മുടെ റുട്ടീൻ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഇതൊക്കെ ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും കേട്ടോ. നിങ്ങൾക്കുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ചോദിക്കട്ടോ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇത്ര ഇമ്പോർട്ടൻറ്റ്. ഇന്ന് എല്ലാവർക്കും അറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ. നമ്മളൊരു ചെറിയ കൊച്ചിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇന്ന് ഏജും അല്ലെ ഒന്നുമല്ല മാറ്റർ. പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അഡൽട്രേറ്റഡ് ആയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പം ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് ഒന്നാമത്തെ കാര്യമാണ് അല്ലെ. നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള PCOD, തൈറോയ്ഡ്, കൊളസ്ട്രോള്, ഡയബറ്റിക്, ഇത്തരത്തിൽ പലതരത്തിലുള്ള ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഫാറ്റി ലിവർ. ഒരു 10 പേരെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 5 പേർക്കും അല്ലെങ്കിൽ 8 പേർക്കും ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതാണ്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നതല്ല, നമ്മുടെ ബോഡി തന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ. എനിക്കറിയാം ഒരു കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന 2 വീക്സിൽ ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇതിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രമാണ് മെഡിസിൻ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് തരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രമേ അവർക്ക് ഓപ്ഷൻ ഉള്ളൂ. സിവിയർ കണ്ടീഷൻ അല്ല, ലെവൽ 2, അതായത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജുകളിലാണ്. ലാസ്റ്റോട്ടേക്ക് പോകുമ്പോൾ ഇത്തിരി കയ്യിൽ നിന്ന് വിട്ടുപോയ കേസല്ലേ. അപ്പം ഇതിന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെറിയ രീതിയിൽ വ്യത്യാസം വരുത്തുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നമ്മൾ ഷാറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എത്ര വീട്ടിൽ നിന്ന് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസും ബോൺസും കുറെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും. നമുക്കറിയാം അല്ലെ, നമ്മൾ വണ്ടികളൊക്കെ എത്ര ഇഷ്ടത്തോടെയാണ് സോറി അതിന്റെ കളറോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് വന്ന കറക്റ്റ് ടൈമിന് സർവീസിന് കൊണ്ടുപോകും. എന്നിട്ട് അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ ചെയ്യും, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ അതിനേക്കാൾ വിലയില്ലേ നമ്മുടെ ഓരോ ശരീരഭാഗങ്ങൾക്കും. കണ്ണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ ഇടാൻ വേണ്ടി പറ്റുമോ? അല്ലെ കൈയിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാല്, കാലുകള് അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, ഇതിനൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വണ്ടികളെക്കാൾ കൂടുതൽ ചെലവ് കൊടുക്കണം. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ബോൺസും മസിൽസും സ്ട്രോങ് ആണെങ്കിൽ പ്രോപ്പർ ആയ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഇന്റേണൽ ബോഡി പാർട്ടിൽ സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പവർ ഉണ്ട്. നമ്മളെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞെന്ന് വിചാരിച്ചോ, പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ, അപ്പം അത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അതിനൊരു മെഡിസിൻ ഇട്ടിട്ടില്ലെങ്കിൽ പിറ്റേത്തെ ദിവസം അത് അല്ലേ ഹീൽ ആവുന്നില്ല ഓട്ടോമാറ്റിക് ആയിട്ട്. ഇനിയിപ്പോ നമ്മുടെ കാല് പൊട്ടിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ജസ്റ്റ് അതിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് അനങ്ങാണ്ട് വെക്കും. പെട്ടെന്ന് സ്പീഡ് റിക്കവറിക്കായിട്ട് നമുക്ക് കുറച്ച് മെഡിസിൻസ് തരും, ആന്റിബയോട്ടിക്സും അതിന്റെ അല്ലെ റിക്കവർ ആവേണ്ട കാര്യങ്ങളും തരും. അല്ലാതെ ബോഡി തന്നെയാണ് ഇതൊക്കെ കറക്റ്റ് ചെയ്തത്. അത്രയും പവറാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിക്കുള്ളത്. 1% അല്ലെങ്കിൽ വെറും 1% മാത്രമാണ് ഓരോ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുള്ളൂ.
നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. സെൽഫ് ആയിട്ടുള്ള ഹീലിംഗ് പവർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അതിന് നമ്മൾ പ്രോപ്പർ ആയ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി നിങ്ങൾക്ക് മാജിക് കാണിച്ചു തരും, നിങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ആവുന്നതെന്നുള്ളത്. ഒരു തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ടൂൾസോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ വെറൈറ്റി ഇപ്പം ഞാനിപ്പം ഉള്ളത് കുവൈറ്റിലല്ലേ. ഇപ്പം നമ്മൾ ലുലുലോ അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ട് എല്ലാ രാജ്യത്തെ സാധനങ്ങളും അവൈലബിൾ ആണ്. നമ്മൾ എവിടെയാണോ എന്നൊക്കെ ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റുന്ന സാധനങ്ങളാണ് അവർ ഉപയോഗിക്കേണ്ടത്. അത് കാമ്പ്, മാമ്പ്, നമ്മുടെ ചേനയുടെ തണ്ട് അല്ലെ, ഇങ്ങനെ കുറേ നമ്മളെക്കാട്ടും ഓപ്ഷൻസ് നാട്ടിലുള്ള ആൾക്കാർ അതൊക്കെ ഉപയോഗിക്കാം. ചക്ക അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ഒരു സിമ്പിൾ, നമ്മൾ നെക്സ്റ്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെയും നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. ഉറങ്ങുക എന്നുള്ളത് കുറേ അവേഴ്സ്, ഇപ്പം പറയുന്ന പോലെ 8 മണിക്കൂറൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും ഒരു 4 മണിക്കൂർ ആണെങ്കിൽ അത് ക്വാളിറ്റി ടൈമിലുള്ള നല്ല ക്വാളിറ്റി സ്ലീപ്പ് ആയിരിക്കണം. ഒരു ചെറിയ കുഞ്ഞു വാവ എങ്ങനെയാ ഉറങ്ങുന്നത് അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റിടത്തേക്ക് ഇട്ടാൽ അറിയാൻ വേണ്ടി പാടില്ല. ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ റീസെറ്റിങ്ങും റീജുവനേഷൻ വർക്കുകളും നടക്കുന്നത്. പഴയ ഡാമേജ് വന്ന സെല്ലുകൾ എടുത്ത് പുറത്തിട്ട് പുതിയ നമ്മൾ കഴിക്കുന്ന ഹെൽത്തി ഫുഡ് ഓപ്ഷൻസ് വെച്ചിട്ട് ബോഡി അവർക്ക് വേണ്ടുന്ന മെയിൻ്റെനൻസ് വർക്ക് ചെയ്യും. അതിന് പറയുന്ന ഒരു പേരാണ് ഓട്ടോഫാജി എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓട്ടോഫാജി എന്ന് പറഞ്ഞാൽ ബോഡിയുടെ തന്നെ ഒരു മെക്കാനിസം ആണ്. നമ്മളിപ്പം വീട് പണിയൊക്കെ കഴിയുമ്പോൾ പുതിയ സാധനങ്ങൾ വെക്കുന്ന പോലെ പഴയ സെല്ല് നമ്മുടെ ശരീരത്തിനുള്ള ഒരു പവറാണ് കേട്ടോ. ഓരോ ഓരോ വർഷത്തിലും പുതിയതായിട്ട് ഓരോ സെല്ലുകൾ മ്യൂട്ട് കേട്ടോ. പുതിയതായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല കേട്ടോ. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന വഴി, ഇപ്പൊ ചിലപ്പം ബോഡിക്ക് എന്തെങ്കിലും കണ്ടീഷൻസ്, അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള മൂവ്മെന്റ് മെത്തേഡുകൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ വളരെ അധികം ഉള്ളതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായ രീതിയിലുള്ള സ്ട്രെച്ചിങ് എല്ലാ ദിവസവും കൊടുക്കുക. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കണ്ണ് തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കാണുന്നില്ലേ, മൃഗങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്ക്, അവർ സ്ട്രെച്ച് ചെയ്യാതെ അവരുടെ എത്ര ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ അല്ലേ, നമ്മൾ പൂച്ച നായ്ക്കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, സ്ട്രെച്ച് ചെയ്തിട്ടാണ് എണീക്കുന്നത്. അവിടുത്തെ നമ്മൾ സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബോഡി ആക്റ്റീവ് ആക്കിയിട്ട് തന്നെ തുടങ്ങണം. അത് പ്രോപ്പറായ രീതിയിൽ നമ്മുടെ ബോഡി മസിൽസിനൊക്കെ സ്ട്രെച്ച് കൊടുത്തിട്ടാവുമ്പം അവർ മനസ്സിലാക്കണം. ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട് കേട്ടോ. ഉറങ്ങി എഴുന്നേക്കുന്നത് ഒരു 10 മിനിറ്റ്സ്, ആ ട്രാൻസിഷൻ സ്റ്റേജിൽ നിന്ന് നമ്മൾ നമ്മുടെ ബോഡീനെ ഗ്രൂം ചെയ്തെടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയായി കേട്ടോ, അന്നത്തെ ദിവസത്തേക്ക് പ്രിപ്പയർഡ് ആയി. എന്നിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയഗതി പോലത്തെ മൂവ്മെന്റ്സ് കൊടുത്തിട്ട് നോർമൽ ആയിട്ടുള്ള റൊട്ടീൻ ചെയ്താലും നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ആവും, നമ്മുടെ ബോഡി ആക്റ്റീവ് ആവും, അവര് സ്റ്റാർട്ട് ചെയ്യും. ഇതില് എല്ലാം ചെയ്യാന്നുള്ളതല്ല, ഒന്നെങ്കിലും ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ടുള്ളതെന്നാണ് കേട്ടോ. ചില ആൾക്കാരുണ്ട് എല്ലാം തികഞ്ഞതിന് ശേഷം വർക്കൗട്ടിന്റെ ഷൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ കാലങ്ങളോളം നീട്ടി വെച്ചിട്ട് തുടങ്ങാത്ത ആൾക്കാരും ഉണ്ടാവാം അല്ലെ. എല്ലാം സെറ്റായിട്ട് നല്ല ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം നാളെ നമ്മൾ ഉണ്ടോന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷനിലാണ് അല്ലെ ഈ ഒരു നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് നമ്മൾ ചെയ്തു തുടങ്ങണം കേട്ടോ. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ ആക്ഷൻസ് എല്ലാ ദിവസവും നിങ്ങൾ ഒരേപോലെ എടുക്കുക. അതായത് ഇന്ന് നമ്മൾ വർക്കൗട്ടോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസം ചെയ്ത് 3-ാമത്തെ ദിവസം നിർത്തുവാണെങ്കിൽ ഒരു കാര്യമുണ്ടോ? അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ആ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കാണ് ബിഗ് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമുക്ക് ഈ ഒരു ഹൈറ്റിലോട്ട് എത്തണമെങ്കിൽ സ്റ്റെപ്പുകൾ കുറേ കയറിയാലല്ലേ എത്തുള്ളൂ. ചെറിയ ചെറിയ പല കാര്യങ്ങളും ചെറിയ കുട്ടികൾ വലുതായിട്ട് വരുമ്പോൾ നമുക്കറിയാം, കിടന്ന് അല്ലെ, കമന്ന് എണീറ്റിരുന്ന് തല പൊക്കി നോക്കി അല്ലെ, നമ്മളിങ്ങനെ ക്രോൾ ചെയ്ത് എന്നിട്ട് പിടിച്ചു നിന്ന് എന്നിട്ടല്ലേ നടക്കുന്നത്. സമയമെടുക്കും. അത് തന്നെ ഒരു ലോങ് പ്രോസസ് ആണ്. നമ്മൾ പുറത്തേക്ക് വന്നതും ഒരു ലോങ് പ്രോസസ് ആണ്. ഒരു വർഷമൊക്കെ, ഒരു 9 മന്ത്സ് ഒക്കെ നമ്മൾ വയറിലിരുന്നിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് വന്നത്. മിനിമം നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാണോ അതിന് സമയം കൊടുക്കുക. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് അത്ര സമയം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. കാരണം നമ്മൾ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ.
സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള റിസൾട്ട് എപ്പോഴും ലാസ്റ്റ് ചെയ്യും. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഫുഡുമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഹാർമോണിച്ച് ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ, വളരെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും വയറെന്ന് പറയുന്നത് നമ്മുടെ ഈ കൈയിന്റെ അത്രയേ നമുക്ക് ഒരു നേരത്തെ ആഹാരം വേണ്ടേ ഉള്ളൂ. അവിടത്തേക്കാണ് നമ്മൾ ഒറ്റയടിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഡാമേജ് ആവുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം അറിയാത്ത ആൾക്കാരുടെ അടുത്തായിട്ട് സോറി, ഓക്കെ, നമ്മുടെ വയറെന്ന് പറഞ്ഞാൽ ഇത്രയേ വേണ്ടുള്ളൂ അവർക്ക്, അല്ല ഇത് മൊത്തം വയറൊന്നും അല്ല കേട്ടോ. നമ്മുടെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ കൊള്ളുന്ന അത്രയേ നമുക്ക് വേണ്ടുള്ളൂ. അത് നിങ്ങൾക്ക് 6 നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ആ ഫുഡ് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി കളയത്തേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇത്രയും സമയം എടുത്ത് ഇഷ്ടപ്പെട്ട ഒരു കുക്ക് ചെയ്ത സമയം കുറെ കഴിക്കുക എന്നുള്ളതല്ല, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പ്രോപ്പർ ആയിട്ട് ച്യൂ ചെയ്ത് അത് ഫീൽ ചെയ്ത് കഴിക്കുമ്പോൾ എന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ വായിൽ വെക്കുന്ന സമയത്ത് പോലും ഇത് കഴിക്കേണ്ട ഭക്ഷണം ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് അതിനൊന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലുള്ള കുറെ എന്താ പറയാ എൻസൈമസ് ഒക്കെ ആക്റ്റീവ് ആയിട്ട് ഇവർ റെഡി ആയിട്ട് നിൽക്കും. ഈ കിട്ടുന്ന സംഭവം മെഡിസിന് പോലെ അവര്, അല്ലെ, ഫുഡ് ശരിക്കും മെഡിസിൻ ആണ് കേട്ടോ, ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ആക്റ്റീവായി നമ്മൾ അത് ഓരോ ബൈറ്റും ടേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ച്യൂ ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് ഇതിന് യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബോഡി പാർട്ടുകൾ. ഇവരൊക്കെ അത് റെഡി ആയിട്ട് അത് റിസീവ് ചെയ്ത് ഓരോ ഭാഗത്തേക്കും എടുക്കും. പിന്നെ അതേ സ്ഥാനത്ത് നമ്മൾ ക്രേവിങ്സ് കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് ഓവറായിട്ട് കഴിച്ചു പോകും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, നമ്മൾ ഈ പുട്ടിന്റെ പാത്രത്തിലേക്ക് 3 കഷ്ണം പുട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കുറേ കുത്തി നിറച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളിന്ന് പുക വരുമോ? ഇല്ലല്ലോ. അടിയിൽ നമ്മൾ കുറച്ച് തേങ്ങ ഇടുന്നത് എന്തിനാ, കുറച്ച് ഗ്യാപ്പ് കൂടെ വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതുപോലെ സ്ലോ ആയിട്ട് അത് വേണ്ടുന്ന കാര്യം മാത്രം നിറച്ചു കഴിഞ്ഞാൽ ബോഡി ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ പറയുന്നതൊക്കെ ശരീരം കേൾക്കുകയും ചെയ്യും, അവരതിന്റെ റിസൾട്ടും തരും. എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ട് കാര്യം? നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ കുറെ മെസ്സേജ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതാണ് കാര്യം, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല കേട്ടോ. ശരിക്കും സിമ്പിൾ ആയിട്ട് പറയാം, എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണോ ശരീരം ഉപയോഗിക്കുന്നത് അത്രയും എഫക്റ്റീവ് ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മുടെ ബോഡി നിങ്ങൾക്ക് 100% തന്നിരിക്കും. ഞാൻ കുറച്ച് കാലം, അതായത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുള്ളൂ. അതായത് ഒരു ചാർട്ടറും ഇങ്ങനെ, അല്ലെ. അപ്പം നമ്മൾ എല്ലാവർക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡും ബോഡിയും ആയിട്ടുള്ള ഒരു കണക്ഷൻ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നെ നമുക്കത് ബ്രേക്ക് ചെയ്യാനോ നമ്മളെടുത്ത ഗോളിലേക്ക് എത്താതിരിക്കാനോ പറ്റില്ല. 100% എത്തിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളുമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഫുഡ് ഈ പറഞ്ഞതുപോലെ മെഡിസിൻ പോലെ വർക്ക് ചെയ്യുന്നത്. എന്താ നമ്മുടെ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഫുഡിൽ നമുക്കുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ നല്ലതാണ്. ഫുഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് തടിച്ചതെന്നാണോ പറയേണ്ടത്? നമ്മൾ അങ്ങനെയല്ലേ പറയും, കുറെ കഴിച്ചുകൊണ്ട് ഞാൻ തടിച്ചെന്നല്ലല്ലോ. നമ്മൾ ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ തടി വെച്ചിട്ടുണ്ട് ഉണ്ടാവുക, അല്ലെ? ഒരു ദിവസം കൊണ്ട്, ഇന്നലെ കഴിച്ച ചോറ് കൊണ്ടല്ലല്ലോ നമ്മൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത്ര ആവില്ലല്ലോ. ഇതൊരു പ്രോസസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ അത് ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടിട്ട് പലരും പറയൂലേ, അത് നമ്മുടെ ബോഡിയിൽ ഒരു ഒരു ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടി ഈ ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫ്യൂവൽ അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ട് വേണം നമ്മൾ ഫുഡിനെ കാണാൻ വേണ്ടിയിട്ട്. അത്രയും റെസ്പെക്റ്റോട് കൂടെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അല്ലെ, നമ്മൾ പലപ്പോഴും ഈ കാണുന്ന പോലെയാണ് നമ്മൾ ഫുഡിനെയാണ് എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്നത്, അല്ലേ? പക്ഷെ ഇവര് ഒരു ഓപ്ഷൻ നമ്മുടെ ശരീരത്തിന് പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ടാവില്ല, അല്ലെ, ഇങ്ങനെ എന്റെ ശരീരം ഇങ്ങനെയാണ്, ഒരു പച്ചവെള്ളം കുടിച്ചാലും തടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിന് കംപ്ലൈന്റ് ചെയ്യും. അതിന് പകരം നമ്മളല്ലേ അതിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് സ്വാപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത്തരത്തില് ഫുഡ് ഒരു മെഡിസിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എല്ലാം കഴിക്കാം, ഏത് ഫുഡും കഴിക്കാം. പക്ഷെ കഴിച്ചതിന് ശേഷം നമുക്ക് ഗിൽട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക്
കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അയ്യോ വേണ്ടായിരുന്നു. ഈ ഒരു ചിന്ത ഉണ്ടായാൽ മതി കേട്ടോ. കുറെ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മളടുത്ത് തന്നെ ചോദിക്കും, ഇന്ന് ഞാൻ എന്നൊക്കെ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. യെസ്, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പം ഒന്നുമില്ല, എല്ലാം കഴിക്കാം, ജസ്റ്റ് ബാലൻസ് ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഓരോ മീലിലും കാൽഷ്യവും പ്രോട്ടീനും ഫൈബറും ഒക്കെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുക. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളികളുടെ സ്റ്റേബിൾ ഫുഡ് മീന് ചോറ് കാർബ്സ് ആണ്, മീന് പ്രോട്ടീൻ ആണ്, അല്ലെ ചിക്കൻ ആണ് പ്രോട്ടീൻ ആണ്. ഇനിയിപ്പം വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കടല തരത്തിലുള്ളത്. പിന്നെ നമ്മൾ ഫൈബർ വരുന്നുണ്ട്, ഇലക്കറികളായാലും പച്ചക്കറികളായാലും അതിൽ നിന്ന് കിട്ടിക്കോളും. അതൊരു മൾട്ടി വൈറ്റമിൻസ് പോലെ പ്രവർത്തിച്ചോളും. പിന്നെ വെള്ളം, നമ്മുടെ യോഗട്ടോ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോബയോട്ടിക്സ് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓൺലി ബാലൻസ് മാത്രം ചെയ്താൽ മതി. ഭയങ്കര ടാസ്ക് ആയിട്ട് ഇത് കാണേണ്ട കാര്യമില്ല കേട്ടോ. ഇത്തരത്തിൽ നമ്മൾ ഓരോ പ്ലേറ്റും നമ്മൾ കഴിക്കേണ്ട ഫുഡ് നമ്മളൊരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളത്. നമ്മൾ ഇത്രയും കഴിക്കുന്നുള്ളൂ, നമുക്ക് ഒരു തീരുമാനം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് വെച്ചിട്ട് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ പ്ലാൻഡ് ആവും. ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് എല്ലാം കഴിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ ഓരോരിക്കലും എടുത്തിടുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒന്നിന്റെ ബാലൻസ് അങ്ങ് മാറിക്കും. അതിന് പകരമാണ് ബാലൻസ് ചെയ്തിട്ട് ഫുഡ് പ്ലേറ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഇതില് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടും കുറെ കാലം ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ അതിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്, കേട്ടിട്ടുണ്ടാവില്ലേ, നിങ്ങളുടെ തീരുമാനങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എനിക്ക് മാറണോ, അതിന് വേണ്ടി എനിക്ക് ഇന്നെന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാന്നുള്ളതാണ്. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് കഴിക്കുക ഓരോ മീലുകളും. അതായത് 3 നേരം കഴിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുക, വെള്ളത്തിന്റെ ഇൻടേക്ക് കൂട്ടുക, പ്രോപ്പറായ രീതിയിൽ പ്ലാൻ ഉണ്ടാക്കുക. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണോ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹാർഡ് ആയിരിക്കാം, പക്ഷെ ഒരു ഈസി വേ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മുടെ ഫുഡ് പ്രോപ്പറായ രീതിയിൽ ഫുഡ് കൊടുത്തുകൊണ്ട്, നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട്, എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, നമ്മുടെ ശരീരത്തോടും നമ്മുടെ ക്രിയേറ്റർ ദൈവത്തോടും ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ശരീരത്തെ ഗ്രൂം ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു വലിയ മാറ്റം ഉണ്ടാക്കി തരാം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തരാന്നുള്ള ഹോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ഈ വരുന്ന മെയില് നമ്മളൊരു പുതിയ ഒരു ബാച്ച് ആയിട്ടുള്ള സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ ആളുകൾ ഒരുമിച്ച്, സ്ത്രീകൾ മാത്രമായിരിക്കും ഒരുമിച്ചിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരുമിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റഡ് ആയിരിക്കും. ഒരു 30 ഡേയ്സും കമ്മിറ്റഡ് ആയിട്ട്, കുറെ കാലമായില്ലേ ബാച്ച് പ്രോഗ്രാം, കുറച്ച് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പുതിയ രീതിയിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ 3 ദിവസം ലൈവ് സെഷൻ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം നിങ്ങൾക്ക്. പിന്നെ വരുന്ന നമുക്ക് 6 ലൈവ് സെഷൻസ് ആണ് ഉള്ളത്. 6 ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ലൈവ് സെഷൻസിലും നിങ്ങൾക്ക് അത്രയും നല്ല എന്താ പറയാ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്നിട്ടൊരു മിറാക്കുലസ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോ ഞാനാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണെന്ന് അറിഞ്ഞാലല്ലേ അത് സൊല്യൂഷൻ തരാൻ വേണ്ടി പറ്റുള്ളൂ. അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ലേ? ഹലോ. പറഞ്ഞോളൂ. പ്രണ, നമ്മള് ഇപ്പൊ ഒരു വേദനകള്, കാലുവേദന, കൈവേദന, അല്ലെങ്കിൽ പല വേദനകളും നീരിറക്കത്തിന്റെ പോലെ അങ്ങനെ പലരും പറയാറുണ്ട്. മൊത്തത്തില് പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ എക്സസൈസ് അതല്ലെങ്കിൽ ഫുഡുമായിട്ട് ഇതിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയോ? മെഡിസിൻ, അത് വേദനക്കുള്ള മെഡിസിൻ ഇങ്ങനെ കഴിക്കുക എന്നുള്ളതിലുപരി അതിനെങ്ങനെയെങ്കിലും എന്താണ്? അതായത് നിങ്ങൾക്ക് ആർത്രറ്റിക്സിന്റെ ബുദ്ധിമുട്ടുണ്ടോ? വാദത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണോ?
ഉണ്ടോ? ഇല്ല, അതൊക്കെ ചെക്ക് ചെയ്തു എന്നാ പറഞ്ഞ. എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ആ, അപ്പൊ അവർക്ക് അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ആർക്കായിരുന്നു ബുദ്ധിമുട്ടായിരിക്കായിരുന്നു? ഉമ്മാക്ക് വേണ്ടിയിട്ടായിരുന്നു. എത്ര വയസ്സായി? 55 ഒരു. ഉം. വേറെ ആ. മെഡിസിൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? അലർജിന്റെ ചെറുതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോ സ്ഥിരമായിട്ടൊന്നുമില്ല അങ്ങനെ. ഉറങ്ങാൻ പറ്റാറുണ്ടോ പ്രോപ്പറായിട്ട് രാത്രിയിൽ? ഉറക്കം ചില സമയത്തൊക്കെ ഡിസ്റ്റർബ്ഡ് ആന്ന് പറയലുണ്ട്. ആ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഉറക്കത്തിന്റെ ഒന്നല്ല, നമ്മള് ചിലപ്പോ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിൽ നമുക്കറിയാലോ. ഇപ്പൊ നമ്മള് പോപ്പുലർ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകളോ ബുദ്ധിമുട്ടുകളോ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും ഉം. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും മെഡിസിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരാം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ കുറെ 55 വയസ്സായില്ല, ആദ്യം മുതലേ വർക്ക് ചെയ്യുന്ന ഒരു ബോഡി ആയിരിക്കൂലേ. കുറെ ഉം. കഴിയുമ്പോഴത്തേക്ക് ബോൺസ് ഒക്കെ വീക്ക് ആവും. അപ്പം വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. നമ്മളല്ലേ എന്തെങ്കിലും അല്ലേ കഴിക്കുക. അമ്മമാരൊക്കെ ആവുമ്പോൾ പണ്ടുള്ള ആൾക്കാരൊന്നും നോക്കിയിട്ടൊന്നും ഉം. ശ്രദ്ധിച്ചിട്ടൊന്നും കഴിക്കൂലല്ലോ അല്ലെ. പ്രോപ്പറായ രീതിയിലൊന്നും ആരോഗ്യം നോക്കിയിട്ടുണ്ടാവും. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ മെഡിസിൻ എടുക്കണം ഫസ്റ്റ് കേട്ടോ. അതിന്റെ കൂട്ടത്തില് എന്ത് വന്നാലും നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സ്ട്രെങ്ത് കൂട്ടാനാണ്, സ്റ്റാമിന കൂട്ടാനാണ്. മനസ്സിലായോ? നമുക്ക് കാലുവേദന ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ട് അതിന്റെ സ്ട്രെങ്ത് കൂട്ടിയെടുക്കുക വേണ്ടത് കേട്ടോ. ചെയ്യാതിരുന്നാൽ പിന്നെയും പിന്നെയും വീക്ക് ആവുക ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് റേഞ്ച് ഓഫ് മോഷൻ എല്ലാ ബോഡി പാർട്ടിലും 360 ആംഗിളിൽ മൂവ് ചെയ്യാനുള്ള ഒരുവിധം എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അത് കഴുത്തിനായാലും ഇതൊക്കെ ആക്റ്റീവ് ആവുമ്പോഴത്തേക്കും ബോഡിയിൽ ചെറിയ ലോ പ്രായമുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും വേണ്ടുന്ന രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ട് അതിന് വേണ്ടി മൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പിന്നെയും വേദന എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പിന്നെയും പിന്നെ അത് പ്രോബ്ലത്തിലോട്ട് തന്നെയാണ് പോവാ കേട്ടോ. അതേ സ്ഥാനത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അക്നോളജ് ചെയ്തിട്ട് അതിന് കറക്റ്റ് സപ്പോർട്ട് കൊടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി പേഴ്സണലി കേട്ടോ. അപ്പം ഓക്കെ. അവർക്കല്ലേ പറയാൻ വേണ്ടി പറ്റുക ഞാൻ ചോദിക്കുന്നതിന്റെ ആൻസേഴ്സ് കറക്റ്റ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ അവരുടെ മോഷൻ പോകുന്നത് പോലും മാറ്റർ ആണ് കേട്ടോ ഇവിടെ. പീരീഡ്സിന് എപ്പോഴാണ് നിന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക കേട്ടോ. അതേപോലെ ഈ നീരിറക്കത്തിന്റെ കാര്യം പറയാം. അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ബോഡിന്റെ ഇതല്ല, അത് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നീരിറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ? അതല്ല, നമ്മളിപ്പോ ഒന്ന് മാറി കുളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഒന്ന് വേർക്കുമ്പോഴത്തേനൊക്കെ നമ്മൾ പിന്നെ പല സൈഡിലും വേദന, കൈ വേദന, അല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ എന്താ പറയാ പല ഭാഗത്തായിട്ട് ചില സമയത്ത് അങ്ങനെ ഉണ്ടാവില്ലേ, തലേന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പിന്നെ നമ്മളെ ബോഡിന്റെ ഇതനുസരിച്ചല്ലേ, അതിലൊന്നും പിന്നെ നമുക്ക്. നീരിറക്കത്തിന്റെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാലോ ഇന്ന സംഭവമാണ് വന്നാൽ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ആ സിറ്റുവേഷൻ ഒഴിവാക്കലാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്കറിയാലോ ഇതാണ് നമുക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻ. കുറെ കാലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കാനാണ് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ബിഗിനർ മോഡിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു എക്സസൈസും ചെയ്തിട്ടില്ല ബ്രീത്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ബ്രീത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ എല്ലായിടത്തും എത്തുമ്പോൾ ബോഡി ആക്റ്റീവായി തുടങ്ങും. മനസ്സിലായോ? ഇത് അങ്ങോട്ട് ഇങ്ങോട്ടും പോയി തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഏതെങ്കിലും ഒരു നേരത്തൊക്കെ കുളിക്കുന്നതും നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും തരത്തിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാടൻ ചികിത്സയല്ലേ കുറച്ചൊക്കെ ചെയ്യുക. ഓയിൽ ഇട്ടിട്ടുള്ള നമുക്ക് നാട്ടിലാവുമ്പം കർപ്പൂരാതി പോലത്തെ വെളിച്ചെണ്ണൊക്കെ കിട്ടുമ്പോൾ നീരിറക്കത്തിനൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇതില് സിമ്പിൾ ആയിട്ട് പറയേണ്ടത് നമ്മുടെ മലയാളികൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഇത്രയും വലിയ സ്പൈസസിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ വരുന്നത് അല്ലെ. മഞ്ഞളായാലും കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലം ഇതൊക്കെ നമ്മളെ നാട്ടിൽ നിന്നാണ് ഉള്ളത്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഫോറിനേഴ്സ് ആണ്. ഇവർക്കൊക്കെ ഇതിന്റെ വാല്യൂ നമ്മളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാലയും ഗരം മസാലയായിട്ടും അല്ലെ. നമ്മൾ അതിലിടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മല്ലി, ഉലുവ ഇതൊക്കെ ഇട്ടിട്ട് ഓരോ ദിവസം ഓരോ ഹെർബ് ഇട്ടിട്ട് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ അത് ഉപയോഗിച്ച് തുടങ്ങും. നമ്മുടെ ശരീരം അങ്ങനെയാണ്. അത് ടെക്സ്ചർ നമ്മുടെ മലയാളികളുടെ ശരീരത്തിന്റെ നമ്മുടെ DNA ഇതൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ക്ലൈമറ്റിന് അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തിക്കണം.
പ്രോപ്പർ ആയ രീതിയിൽ എല്ലാം ഞാൻ ആരടുത്തും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓയിൽ ബാത്ത് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓയിൽ ഇട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഓയിൽ ഇട്ടിട്ട് കുറച്ച് നേരം പിടിപ്പിച്ചിട്ട് കുളിക്കുക എന്നുള്ളത്. പണ്ടൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ, അതാനന്തരം കുഴമ്പ്, ഇത്തരത്തില് എള്ളെണ്ണ ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടില്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഈ വണ്ടികൾക്ക് ഓയിൽ ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തിലും വേണ്ടേ എന്തെങ്കിലും ഒരു ചേഞ്ച്. എന്നാണ്. വേറെന്താണ്? നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പറ്റും. അപ്പൊ എനിക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് വേണ്ടതെന്നുള്ളത്. ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ബിനു എന്തേലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്താണ്, എല്ലാം ക്ലിയർ ആയോ? Okay. അപ്പൊ സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. അതായത് ഇത്രയും നേരം കേട്ടിരുന്നില്ല അല്ലേ, നമ്മള് ഇവിടെ ഇപ്പൊ ഒരു 10 പേരുണ്ടായിരുന്നു അല്ലെ, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇത്ര നേരം കേട്ടതിന് എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.